കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ കുതിപ്പ് നൽകിയ ഒരു മേഖലയുണ്ട് സംസ്ഥാനത്ത്. കായൽ ടൂറിസം. ഇന്ന് ഹൗസ് ബോട്ട് ടൂറിസം 25 വയസ്സ് തികച്ചിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ വേമ്പനാട്ട് കായൽ മലീമസമായിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് VKC പ്രൈഡ് ഫോർ ദ പീപ്പിളിലൂടെ. ടൂറിസം കൊല്ലുന്ന കായൽപ്പരപ്പ്. വേമ്പനാട്ട് കായലും കായലിലേക്ക് ഒഴുകിയെത്തുന്ന നദികളുടെ ഡെൽറ്റ പ്രദേശവും വടക്കുഭാഗത്തെ കോൾനിലങ്ങളും ചേർന്നതാണ് വേമ്പനാട് തണ്ണീർത്തടം. തെക്ക് ആലപ്പുഴ മുതൽ വടക്ക് അഴീക്കോട് വരെ 96.5 കിലോമീറ്ററാണ് വേമ്പനാട്ട് കായലിന്റെ ദൈർഘ്യം. 1970കളുടെ രണ്ടാം പകുതിയിൽ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിക്കപ്പെട്ടപ്പോൾ മുതലാണ് വേമ്പനാട്ട് കായൽ പാരിസ്ഥിതികമായി ശ്രദ്ധിക്കപ്പെടുവാൻ തുടങ്ങിയത്. വളവര എന്ന മേൽക്കൂര പിടിപ്പിച്ച കെട്ടുവള്ളമായിരുന്നു 1991 ഹൗസ് ബോട്ടായി തുടങ്ങിയത്. 2 പേർ തുഴഞ്ഞുകൊണ്ടുപോകുന്ന നൗക. നാളികേരത്തിന് പകരമായി കുട്ടനാട്ടിലേക്ക് അരിയും പലവ്യഞ്ജനങ്ങളും എത്തിച്ച അരിവള്ളം. അത് അതിജീവനത്തിനു വേണ്ടി കാലക്രമേണ ഹൗസ് ബോട്ടുകളായി മാറി. ഊന്നിപ്പോകുന്ന വള്ളമായിരുന്നു. അതായത് ഈ വള്ളത്തിലെ ഉടമസ്ഥർ തന്നെയായിരുന്നു അതിൻ്റെ തൊഴിലാളികളായിട്ട് ജോലി ചെയ്തത്. അവിടെ ഞങ്ങൾ വള്ളം വിലയ്ക്ക് വാങ്ങുമ്പോൾ അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റ് അവർക്കതിൽ തൊഴിൽ കൊടുത്തോളാവുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അവരിൽ 2 പേര് അതിൽ ഊന്നുന്ന തൊഴിലും പിന്നെ ഒരു കുക്കിനെ കൂടെ, ഭക്ഷണം പാകം ചെയ്യാൻ അറിയാവുന്ന ഒരു കുക്കിനെ കൂടെ അതിൽ വെച്ച് അങ്ങനെ 3 പേരുടെ ഒരു സംവിധാനമായിരുന്നു ഓരോ വള്ളത്തിലുള്ളതും. ഇന്നും അതുതന്നെയാണ്. അങ്ങനെ അവരുടെ തൊഴിൽ നിഷേധിക്കാതെ അവർക്കും അതിനകത്ത് പ്രവേശിക്കാനും പറ്റി. അന്നത്തെ വള്ളങ്ങളെല്ലാം തന്നെ ഊന്നിപ്പോകുന്നതായിരുന്നുകൊണ്ട് മെക്കനൈസേഷൻ ആവശ്യമല്ല. ഞങ്ങൾക്ക് 5 വള്ളങ്ങൾ കഴിഞ്ഞ് ആലപ്പുഴയിൽ മറ്റാളുകളും ഹൗസ് ബോട്ട് രംഗത്തോട്ട് വരാൻ തുടങ്ങുകയും പിന്നെ അതിന് ഔട്ട് ബോർഡ് എഞ്ചിൻ സംഘടിപ്പിച്ചു. പിന്നെ ഇൻബോർഡായി. അങ്ങനെ അതിൻ്റെ വികസിത രൂപത്തിലോട്ട് വന്ന് ഇപ്പോൾ 5 സ്റ്റാർ ഫെസിലിറ്റീസോടുകൂടിയ വലിയ വള്ളങ്ങൾ, 10 ബെഡ്റൂം വരെയുള്ള വള്ളങ്ങൾ ഈ ആലപ്പുഴയിൽ ദൃശ്യമാണ്. വേമ്പനാടിന്റെ സൗന്ദര്യവും സ്വച്ഛതയുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. എന്നാൽ കായൽ ടൂറിസം എത്തിയതോടുകൂടി വേമ്പനാട്ട് കായലിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. വേമ്പനാട്ട് കായലിലെ മൂലധന നിക്ഷേപത്തിന്റെ പുത്തൻ രൂപമാണ് കായൽ ടൂറിസം. ഏറ്റവും പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ ജീവിക്കാനുള്ള അവകാശത്തിനു മേലുള്ള മൂലധനത്തിന്റെ കുതിര കയറലായി കായൽ ടൂറിസം ജനവിരുദ്ധവും ദേശവിരുദ്ധവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് വേമ്പനാട്ട് കായലിലെ മലിനീകരണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വേമ്പനാട്ട് കായലിന്റെ തീരത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന റിസോർട്ടുകളിൽ നിന്നും വീടുകളിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ വേമ്പനാട്ടുകായലിനെ പിഴുതെറിയുകയാണ്. അതോടൊപ്പം കീടനാശിനികൾ ഉൾപ്പെടെയുള്ള മാലിന്യത്തിന്റെ തോത് കായലിൽ ക്രമാതീതമായി വർദ്ധിച്ചതോടെ വേമ്പനാട്ടുകായലിലെ വെള്ളം പോലും മലിനമായി മാറിയിരിക്കുന്നു. സ്വാഭാവികമായി ഒരു വ്യവസായത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ ഇത് കായൽ മലിനീകരണം, ഇതിൽ നിന്നുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ കായലിലോട്ട് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള മലിനീകരണ സാധ്യതകൾ സ്വാഭാവികമായി ഉയർന്നു വരാൻ തുടങ്ങി. അതിനൊക്കെ പരിഹാരമായിട്ട് ബയോ ടോയ്ലറ്റുകൾ സംഘടിപ്പിക്കുക. അങ്ങനെ ഇപ്പോൾ എല്ലാ വള്ളങ്ങളിലും ബയോ ടോയ്ലറ്റുകളുണ്ട്. ആ ബയോ ടോയ്ലറ്റുകളിൽ നിന്നുള്ള ഉച്ഛിഷ്ടങ്ങൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇവിടെ 1-2 സക്കിംഗ് കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിക്ഷേപിക്കുകയും അത് ഒന്നും തന്നെ കായലിൽ ഈ ടോയ്ലറ്റിൽ നിന്നുള്ള ഒരു അംശവും കായലിലോട്ട് പോകുന്നില്ല. എല്ലാ മാലിന്യങ്ങളും ഒഴുകിയെത്തുന്ന ഒരു കുപ്പത്തൊട്ടിയായിട്ട് വേമ്പനാട് മാറിയിരിക്കുന്നു. ഇനിയിപ്പം ശബരിമല സീസണാണ്. കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ തീർത്ഥാടകർ എത്തുന്ന കാലഘട്ടത്തിൽ അവരുടെ മുഴുവൻ മാലിന്യങ്ങളും സ്വീകരിക്കപ്പെടുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഇതേ സമയമാണ് കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി നടക്കുന്ന സമയം, പുഞ്ചകൃഷി. 1 ലക്ഷം ഏക്കറിൽ കൃഷി ചെയ്യാണ്. കൃഷിയിടങ്ങളിൽ നിന്ന് പുറത്തോട്ട് തള്ളിവിടുന്ന മാലിന്യങ്ങൾ, അതുപോലെ തന്നെ നദികൾ കൊണ്ടെത്തിക്കുന്ന മാലിന്യങ്ങൾ ഒക്കെ ചേർന്ന് ഏറ്റവും മലീമസമായ ഒരു സംവിധാനമായി വേമ്പനാട്ട് കായൽ മാറുകയാണ്. കോളിഫോം ബാക്ടീരിയയുടെ അളവ് 100 മില്ലി ലിറ്ററിൽ നിന്ന് 10,000-ലധികമായി ഉയർന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കായൽ വിനോദസഞ്ചാരത്തിന്റെ പേരിൽ 100 കണക്കിന് മോട്ടോർ ബോട്ടുകളും ഹെറിറ്റേജ് ടൂറിസത്തിന്റെ പേരിൽ സർവീസ് നടത്തുന്ന 500-ലധികം യന്ത്രവൽകൃത ഹൗസ് ബോട്ടുകളും ചേർന്ന് ദിനംപ്രതി കായലിലേക്ക് വിഷം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ നിന്ന് മനുഷ്യ വിസർജ്യങ്ങൾ കായലിലേക്ക് പരസ്യമായി പുറന്തള്ളുന്ന പ്രാപ്ത നടപടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കുടിവെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള ലഭ്യതയാണ്. എല്ലായിടത്തും വെള്ളം സമൃദ്ധമാണെന്ന് നമ്മൾ പറയുമെങ്കിലും കുടിക്കാൻ വെള്ളമില്ല. അതിന് ഒരു വലിയ വൻ പദ്ധതികളെപ്പറ്റി നമ്മൾ പറയും. നദികളിൽ നിന്ന് വലിയ കുഴലുകളിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയൊക്കെ വഴി വെള്ളം കൊണ്ട് കൊടുക്കുന്നതിനെ പറ്റി പറയും. യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് പ്രാദേശികമായി വെള്ളം
ശേഖരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഞങ്ങളുടെ സർവകലാശാലയുടെ തന്നെ ഒരു പഠനത്തിൽ ഒരു 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ നദികളിൽ കോളിഫോം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ 1,00,000 മേളിൽ വരും. 10,000 മേളിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പം ആ വെള്ളത്തിൽ മലം കലർന്നിരിക്കുന്നു എന്നർത്ഥം. കോളിഫോം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വിസർജ്യ വസ്തുക്കൾ കലർന്നിരിക്കുന്നു എന്നാണ്. അത് കുളിക്കുന്ന വെള്ളത്തിൽ 100-ലപ്പുറം ആകാൻ പാടില്ല. കുടിക്കുന്ന വെള്ളത്തിൽ 0 ആയിരിക്കണം. പക്ഷേ നമുക്ക് 10,000 മേളിൽ 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ 10,000 മുകളിൽ ഉള്ള നമ്മുടെ കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ അവസ്ഥ അറിയാം. പഠനത്തിൽ കാണിക്കുന്നത് കായലിനേക്കായി കൂടുതൽ മാലിന്യം നിൽക്കുന്നത് നദികളിലാണെന്നാണ്. ജലം മലിനീകരണമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ വേമ്പനാട് പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട്. ആ മലിനീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് മാലിന്യം വേമ്പനാട്ട് കായലിൽ കുമിഞ്ഞുകൂടുന്നു എന്നുള്ളത് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൻ്റെ അല്ലെ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊരു കണക്കിന് സത്യമാണ്. കാരണം ഇപ്പോൾ പുന്നമട അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിലേക്ക് നദികൾ പതിക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് മത്സ്യബന്ധനം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ആ മേഖലയിൽ ഇപ്പോൾ വല വീശിയാലോ അല്ലെങ്കിൽ കക്ക വാരാൻ പോകുന്നവർക്കൊക്കെ തന്നെ കുന്നുകണക്കിന് മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം, നമ്മുടെ ക്യാരി ബാഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, പാൽ കവർ ഉൾപ്പെടെയുള്ളത് അവിടെ കിട്ടുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഏകദേശം 1000-ഓളം ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മലിനീകരണ നിയന്ത്രണ നിയമം കാറ്റിൽ പറത്തിയാണ് മിക്ക ഹൗസ് ബോട്ടുകളുടെയും സഞ്ചാരമെന്നും ആക്ഷേപമുണ്ട്. 2-3 കിടക്കമുറികളുള്ള ഹൗസ് ബോട്ടുകളിലെ കക്കൂസുകൾ കായലിലേക്കാണ് തുറക്കുന്നത്. ഇതോടൊപ്പം ബോട്ടുകളിലെ പാചകശാലകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും കായലിലേക്കാണ് വലിച്ചെറിയുന്നത്. ഹൗസ് ബോട്ടുകളിൽ ശക്തി കൂടിയ യമഹ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത് മൂലം ഇതിൽ നിന്നുള്ള ഓയിലും കായൽ ജലത്തിൽ പടരുന്നു. എഞ്ചിനിൽ നിന്നുള്ള കുറേ പുകകളും എണ്ണകളും ഒക്കെ സ്വാഭാവികമായി കായലിൽ വന്ന് വീഴുന്നുണ്ട്. അത് കുട്ടനാടിൻ്റെ കാർഷിക നിലങ്ങളിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വളവും കീടനാശിനിയും കലർന്ന ജലവും എല്ലാം കൂടി കലർന്ന് ഇതൊരു ദുസ്സഹ്യമായ സ്ഥിതിയിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന് പരിഹാരം ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒത്തിരി ഉണ്ടാകേണ്ടതുണ്ട്. ഈ കായൽ മേഖലയെല്ലാം ബോട്ട് ഓടി നടക്കുക. ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ഈ ഡീസൽ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ പുറത്ത് കിടക്കുക. ഈ ഡീസൽ കിടക്കുന്നിടത്തോളം കാലം മേളിൽ നിന്ന് വെള്ളം എടുക്കുന്ന മീനുണ്ട്, താഴെ നിന്ന് ജീവിക്കുന്ന മീനുണ്ട്. ഇതെല്ലാം കലർന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒഴുക്കുകാലിൽ കൂടി ഇങ്ങനെ ഒഴുകി എല്ലാ മേഖലയിലും വന്ന് ചേരുക. ഒരു സ്ഥലത്തല്ല, ബോട്ട് അവിടെ കിട്ടുന്ന ആ മേലെ പോകുന്ന വെള്ളങ്ങളെല്ലാം അഴുക്കായിക്കൊണ്ടിരിക്കുക. ഇതാണ് ഈ മീൻ നഷ്ടപ്പെടാനുള്ള കാരണം. മുട്ട പോലും ശരിയായ രീതി വിരിയാൻ സമ്മതിക്കുന്നില്ല. വാസ്തവത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ വളരുന്ന ടൂറിസത്തിനേക്കാൾ വേഗത്തിലാണ് കായൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഇത് ആശങ്ക ഉണ്ടാകും. എണ്ണപ്പാട മൂലം കായലിൽ പണിയെടുക്കുന്നവർക്കും കായലരികത്ത് താമസിക്കുന്നവർക്കും ത്വക്ക് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ജനവാസ കേന്ദ്രങ്ങളുള്ള ഇടത്തോടുകളെല്ലാം അഴുക്കുചാലുകളായി മാറിയിരിക്കുന്നതും കുടിവെള്ളക്ഷാമവും വർദ്ധിച്ചു വരുന്നതും നാട്ടുകാരെ നന്നേ ബുദ്ധിമുട്ടിലാക്കി. ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൽ സർവേ എടുത്തതിൽ 11 പേർക്ക് വീതം ക്യാൻസർ രോഗം ഉണ്ട്. ഈ കുടിവെള്ളത്തിൽ നിന്ന് ഉള്ള മെയിൻ വിഷയമാണത്. അപ്പോൾ അങ്ങനെ അത്രയധികം കുടിവെള്ളമാണ് ഞങ്ങൾക്ക് വലിയൊരു സ്രോതസ്. അത് ഉണ്ടാകണമെന്നുള്ളതാണ് ഇത്. 11 പേർക്ക് ഒരു വാർഡിൽ ക്യാൻസർ രോഗം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ അപാകതയാണ് ഏറ്റവും വലുത്. അത് എത്രയും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് സർക്കാർ അത് വേണ്ടത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മരുന്നടിക്കുന്ന വെള്ളം ഇങ്ങനെ ഈ മോട്ടർ അടിച്ച് വയലിൽ നിന്ന് വെളിയിലിട്ട് കളയുമ്പോൾ ഈ വെള്ളമാണ് കുടിക്കുന്നത്. അവിടെ ഇങ്ങനെ പൈപ്പ് എത്തിപ്പെടുന്നില്ല. അതിൽ നിന്ന് ക്യാൻസർ ഉണ്ടാകുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നതാണ് ഡോക്ടർ പറയുന്നത്. ബോട്ടുകളിൽ നിന്ന് പുറന്തള്ളുന്ന എണ്ണ കലർന്ന മാലിന്യം കടുത്ത പാരിസ്ഥിതിക പ്രശ്നമാണ് ഉയർത്തുന്നത്. ഇത് കായൽ മത്സ്യങ്ങളുടെ പ്രജനനത്തിനും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. വേമ്പനാട്ട് കായലിൽ മത്സ്യസമ്പത്ത് കുറയുന്നതായും പല മത്സ്യങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നതായും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം ആറ്റുകൊഞ്ചിന്റെയും കക്കയുടെയും പ്രജനനത്തിന് സഹായകമായ ഓരുവെള്ളം ആവശ്യത്തിന് കിട്ടാതെ വരുന്നതും മത്സ്യകൃഷിക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഒന്നാമത് ഈ വലയിടുന്ന കൂട്ടത്തിൽ ബോട്ട് അടുപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വല നഷ്ടപ്പെട്ടു പോവുക. ഒരു കാരണവശാലും വലയിടാനൊക്കത്തില്ല ഇറമ്പിലെങ്ങും. പിന്നെ ഈ ഒഴുക്ക് കൂടി കഴിയുമ്പോൾ ഞങ്ങൾക്ക് വലയിടാൻ ഒരു സാധ്യതയില്ല. ഇവർ ഇറമ്പി ബോട്ട് കെട്ടിക്കഴിഞ്ഞാൽ വല പോകും. അതുകൊണ്ട് കഴിയുന്ന ഇടാതിരിക്കുക, പിന്നെ ഇടുന്നിടത്ത് വെച്ച് വല നഷ്ടപ്പെടുക. അങ്ങനെ മത്സ്യബന്ധനം നടക്കുന്നില്ല. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിറ്റും ചവറും എല്ലാം അന്നേരം തന്നെ ബോട്ടിലിടുക. ഇത് വലയാവും നടക്കുക, മീൻ കിട്ടാതെ വരിക. ഈ കിറ്റിനകത്ത് കയറി മീനൊക്കെ ചാകുന്നുണ്ട്. ഒരുപാട് മീൻ കിറ്റിനകത്ത് കയറി ചാകുന്നുണ്ട്.
ഈ കിറ്റ് ഇങ്ങനെ ഇടുക, ഈ ഹൗസ് ബോട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കിറ്റ് ഈ അഴുക്ക് ഈ കിറ്റുകളെല്ലാം റോട്ടിലിടുക. ഇത് ഈ കായൽ മേലെ എല്ലാം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഒരു കാരണവശാലും അതുകൊണ്ടാണ് ഈ കൂടുതലും മത്സ്യങ്ങൾ അതിനകത്ത് കയറിയ ചാകുന്നത് കൂടുതൽ. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മത്സ്യത്തൊഴിലാളികൾ, അവരുടെ സ്ഥിതിയാണ്. കാരണം ഈ കക്ക ചെയ്യുന്ന ഒരു ജോലിയെപ്പറ്റി, അത് ചെയ്യുന്ന ഒരു ധർമ്മത്തെപ്പറ്റി നമുക്ക് അറിയുമോയെന്നറിയില്ല പലർക്കും. അടുത്ത കാലത്ത് ഞങ്ങളുടെ തന്നെ ഒരു പഠനത്തിൽ വേമ്പനാട്ട് കായലിലെ കക്ക കായൽ ശുദ്ധീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുന്നു എന്നാണ് കണ്ടത്. കായലിലെ മാലിന്യം മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് അത് ഫിൽറ്റർ ചെയ്ത് അതുപോലെ തന്നെ അരിച്ച് സ്വന്തം ഭക്ഷണമാക്കി മാറ്റുന്ന ജീവിയാണ് കായലിലെ കറുത്ത കക്ക. ബോട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സംസ്കരണ പ്ലാന്റുകൾ നിലവിൽ ഉണ്ടെങ്കിലും ആരും ഉപയോഗിക്കുന്നില്ല. വേമ്പനാട്ട് കായലിനെ ഇളക്കിമറിച്ച് സഞ്ചാരികളുമായി ഒഴുകുന്നത് ഏകദേശം 1000-ഓളം ഹൗസ് ബോട്ടുകളാണ്. വേമ്പനാട്ട് കായലിന്റെ സ്വാഭാവികതയ്ക്ക് മേൽ ചെയ്യുന്ന ഇത്തരം തെറ്റുകൾ കുട്ടനാട്ടിൽ ദുരിതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. വേമ്പനാടില്ലെങ്കിൽ കുട്ടനാടില്ല എന്നതാണ് വാസ്തവം. വേമ്പനാട്ട് കായലിലെ ഖനലോഹ മലിനീകരണത്തെ സംബന്ധിച്ച് പുറത്തുവന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കോപ്പർ, മെർക്കുറി, ലെഡ് തുടങ്ങിയവയുടെ അപകടകരമായ സാന്നിധ്യം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. പാടശേഖരങ്ങളിൽ തള്ളിവിടുന്ന മാലിന്യങ്ങൾ, അതുപോലെ ഖനലോഹങ്ങൾ, അത് ചെമ്പും നിക്കലും ക്രോമിയം ഒക്കെ ചേർന്ന് കാഡ്മിയം ഒക്കെ ചേർന്നിട്ടുള്ള ഖനലോഹ മൂലകങ്ങളുടെ അവസ്ഥ വളരെ കൂടുതലാണ്. കീടനാശിനികൾ കാർഷിക സർവകലാശാല തന്നെ നടത്തിയ ഒരു 3 വർഷം മുമ്പ് നടത്തിയ പഠനത്തിൽ അന്ന് ഏതാണ്ട് 13ഓളം കീടനാശിനികളുടെ അവക്ഷിപ്തം ഇപ്പോഴും നമ്മുടെ വെള്ളത്തിലുണ്ടെന്നാണ് കണ്ടെത്തുക. അത് നമ്മൾ പലതും നമ്മൾ ഉപയോഗിക്കരുതെന്ന് ശുപാർശ ചെയ്യുന്ന പല സാധനങ്ങളും ഉണ്ട്. അത് നമ്മുടെ മേളിൽ നിന്ന്, അതായത് പശ്ചിമഘട്ട മേഖലയിൽ നിന്ന്, പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളുണ്ട്, കീടനാശിനികളുണ്ട്, ഇവിടെ ഉപയോഗിക്കുന്ന കീടനാശിനികളുണ്ട്, ഖനിലോഹങ്ങളുണ്ട്. അപ്പം ഏതാണ്ട് ആസന്നമായി കിടക്കുന്ന ഒരു പ്രദേശമായിട്ട് വേമ്പനാട്ട് കായൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കുട്ടനാട്ടിലെ കൃഷിക്ക് വേണ്ടി പണിതുയർത്തിയ തണ്ണീർമുക്കം ബണ്ടാണ് വേമ്പനാട്ട് കായലിന്റെ മലിനീകരണത്തിന് മറ്റൊരു കാരണം. കുട്ടനാട്ടിൽ മാത്രം പ്രതിവർഷം 20,000 ടൺ രാസവളവും 500 ടൺ കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ എല്ലാം അവശിഷ്ടം വേമ്പനാട്ട് കായലിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുവാൻ സർക്കാർ തയ്യാറായിട്ടുമില്ല. പുന്നമടയിൽ മാലിന്യം നിക്ഷേപിക്കാനുള്ള മൊബൈൽ യൂണിറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇതുവരെ യാഥാർത്ഥ്യമായില്ല. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ 6 ബ്ലോക്കിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനത്തിലെ പ്രതിസന്ധിയാണ് കായലിലേക്ക് മാലിന്യം തള്ളുന്നതിന് കാരണമാകുന്നത്. അടുത്ത കാലത്ത് ആലപ്പുഴയിലൊരെണ്ണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര ദൂരം ഓടിപ്പോയി മാലിന്യം മുഴുവൻ അവിടെ കൊണ്ടുപോയി വൃത്തിയാക്കി കളയാൻ കഴിയുമോ? ഉറപ്പായിട്ടും 2 മണിക്കൂറൊക്കെ ഓടി ഹൗസ് ബോട്ടിനകത്തുള്ള മാലിന്യം 2 മണിക്കൂർ ഓടിപ്പോയി ആ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി 300-400 രൂപ കൊടുത്തിട്ട് അത് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടിടത്ത് തുറന്നു വിടും. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പാതിരാമണലിലാണ് അടുത്ത്. ഞങ്ങളുടെ തന്നെ പഠനങ്ങളിൽ പാതിരാമണലിനടുത്ത് ഒരുപാട് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായിട്ട് അവിടെ ഒന്ന് സ്വച്ഛമായിട്ട് കടന്നിട്ട് തുറന്നു വിടുന്നുണ്ട്. അതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ടാവും. സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് 2 മലിനീകരണ പ്ലാന്റുകൾ, ഒന്ന് കുമരകത്തും ഒന്ന് ആലപ്പുഴയിലും സ്ഥാപിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം ഇങ്ങനത്തിലുള്ള കേന്ദ്രീകൃത മലിനീകരണ സംവിധാനങ്ങൾ പലപ്പോഴും അതിൻ്റേതായ ചില പാളിച്ചകൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഹൗസ് ബോട്ടിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഭൂരിഭാഗം ഹൗസ് ബോട്ടും ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും മലിനീകരണത്തിൻ്റെ ആദ്യം ഉണ്ടാക്കിയ പ്ലാന്റ് കുമരകത്ത് സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ തന്നെ അത് അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുന്ന് അവിടെ പോയി മാലിന്യം സംസ്കരിച്ച് തിരിച്ച് ഒരു ഹൗസ് ബോട്ടിന് വരിക എന്ന് പറയുന്നത് ചില പ്രായോഗികമായിട്ടില്ലാതായി മാറി. അതുകൊണ്ടാണ് അതൊരു പക്ഷേ തുടങ്ങിയിരുന്നത് ആലപ്പുഴ തന്നെയാണ്. അതിൻ്റെ ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ ഒരു വ്യവസായം അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന നിലയിൽ കുറച്ചുകൂടെ അന്താരാഷ്ട്ര സഞ്ചാരികൾ വരെയും ആഭ്യന്തര സഞ്ചാരികൾ വരെയും ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നൊരു പ്രക്രിയ എന്ന നിലയിൽ ടൂറിസം കുറച്ചുകൂടെ അതിനകത്ത് കുറച്ച് ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട് വ്യവസായികൾ എന്ന നിലയിൽ. അതിന് മാർഗ്ഗങ്ങൾ പലതാണ്. ഈ പറഞ്ഞ പോലെ ഉണ്ടാകേണ്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീർച്ചയായിട്ടും കായലിലേക്കോ അല്ലെങ്കിൽ കായലിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ അത് കരയിൽ തന്നെ സംസ്കരിക്കേണ്ട സംവിധാനങ്ങൾ സർക്കാർ മാത്രമല്ല അതിനകത്ത് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും അത് ചെയ്യേണ്ടതാണ്. കാരണം അത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് കാണാതെ വ്യവസായം നിലനിൽക്കുന്ന കായൽ കൊണ്ടാണ്. കായൽ ടൂറിസമാണ് ഈ ഹൗസ് ബോട്ട് വ്യവസായത്തിനെ പിടിച്ചിരുന്നത്. അപ്പോൾ കായലിലുണ്ടാകുന്ന എല്ലാ മലിനീകരണ പ്രശ്നങ്ങളും ഒരു പരിധിവരെ ടൂറിസത്തെയും ബാധിക്കും. ഒരു വശത്ത് ടൂറിസം വികസിക്കുന്നു, മറ്റൊരിടത്ത് കായൽ നശിക്കുന്നു. ആശങ്കാജനകമായ സ്ഥിതി. നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ വികസനത്തിന് ഒരു അവസാനം വേണ്ടേ? ജലമലിനീകരണവും ജൈവനാശവും എല്ലാം കണക്കിലെടുത്താണ്
വേമ്പനാട്ട് കായലിനെ ദേശീയ കായൽ സംരക്ഷണ പരിപാടിയിൽ ചേർത്തിരിക്കുന്നത്. നികത്തൽ മൂലം ആഴത്തിലും പരപ്പിലുമുണ്ടായ ഗണ്യമായ കുറവാണ് ഏറ്റവും വിനാശകരമായി മാറിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഇല്ലാതെയും വേമ്പനാട്ട് കായലിൽ ഹൗസ് ബോട്ടുകൾ ഉണ്ട് എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നു. കായലിലെ ഏകദേശം 600ഓളം ബോട്ടുകൾക്ക് മാത്രമാണ് ലൈസൻസ് നൽകിയിട്ടുള്ളത്. ലൈസൻസുള്ള ഹൗസ് ബോട്ടുകളിൽ മാലിന്യ ടാങ്കുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും ലൈസൻസ് ഇല്ലാതെ സർവീസ് നടത്തുന്ന ബോട്ടുകളാണ് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് കർശനമായ പരിശോധനകളെല്ലാം ഉണ്ട്. ഈ വള്ളത്തിൻ്റെ റിനോവേഷൻ, ലൈസൻസ് റിനോവേഷനുമൊക്കെ ഇതിൻ്റെ സക്കിംഗ് പോയിന്റുകൾ സക്കിംഗ് കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്തു തരികയുള്ളൂ. അതാണ്ട് 1200ഓളം ഹൗസ് ബോട്ടുകൾ പ്രവർത്തിക്കുന്ന മേഖല കൂടിയാണ് വേമ്പനാട്ട് കായൽ. ഇവിടെയൊക്കെ മാലിന്യം കുമിഞ്ഞുകൂടി അത് അറബിക്കടലുമായിലോട്ട് എത്താനുള്ള സാഹചര്യം കൂടി നിഷേധിക്കുന്ന രീതിയിൽ ഒരു ഡിസംബർ 15-20 ആകുമ്പോഴത്തേക്ക് നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടർ അടയ്ക്കുകയായി. മുഴുവൻ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമെത്തി. ഈ വർഷം സ്ഥിതി അത്യന്തം ദയനീയമാണെന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം വ്യാപകമായ മലിനീകരണം മൂലം കരിമീനുകളുടെ എണ്ണത്തിലും കുറവാണുണ്ടാകുന്നത്. കേരളത്തിൽ കിട്ടുന്ന കരിമീനുകളുടെ 90% ലഭിക്കുന്നത് വേമ്പനാട്ട് കായലിൽ നിന്നാണ്. ഹൗസ് ബോട്ടുകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കരിമീനിന്റെ നാശത്തിനും കാരണമാകുന്നുണ്ട്. ലോകത്തിൽ തന്നെ കരിമീനുള്ള രാജ്യം ഇന്ത്യ കഴിഞ്ഞ് ശ്രീലങ്ക മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ അതിൻ്റെ തറവാടെന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്. ആറ്റുകൊഞ്ച്, കുട്ടനാടൻ കൊഞ്ചെന്നാണ് പറയുന്നത്. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ വളർന്ന് സഞ്ചരിച്ച് കടൽ തീരത്തോട്ട് പോയി മുട്ടയിട്ട് തിരിച്ചു വരുന്ന ഇപ്പം നവംബർ മാസം ആകുമ്പോൾ അത് സഞ്ചരിച്ച് വൈക്കം കായലിൽ പോയി വൈക്കത്ത് അഷ്ടമി തൊഴാൻ പോകണമെന്ന് പറയുന്ന കരിമീൻ, അഷ്ടമി കൊഞ്ച് കുട്ടനാടിൻ്റെ സമ്പത്താണ്. അതുപോലെ തന്നെ വേമ്പനാട്ട് കായലിൻ്റെ ഏറ്റവും വളരെ സവിശേഷമായിട്ടുള്ള സമ്പത്താണ് കക്ക സമ്പത്ത്. ഒരു കാലത്ത് ഒരു വർഷം 75,000 ടണ്ണായിരുന്നു ഉൽപ്പാദനമെങ്കിൽ പിൽക്കാലത്ത് അത് വെറും 7,000-7,500 ടണ്ണായിട്ട് ചുരുങ്ങി. കായൽ എന്നത് ഒരു വിഭാഗത്തിൻ്റെയല്ല. തൊഴിലും ജീവിതരീതിയും ജൈവ വൈവിധ്യവും അടങ്ങിയതാണ് കായൽ. കയ്യേറ്റങ്ങളും മലിനീകരണവും തടയുവാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു പരിധിവരെ വേമ്പനാട്ട് കായലിനെ സംരക്ഷിക്കാനാകൂ. കുട്ടനാടിന്റെ അശാസ്ത്രീയമായ കൃഷിരീതികൾക്കും ടൂറിസം വളർച്ചയിലുമുള്ള തോത് നിയന്ത്രിച്ചാൽ മാത്രമേ ഒരു പരിധിവരെ മാലിന്യം തടയാനുമാകൂ. സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലെ വികസനത്തിന് വൻകുതിപ്പ് പകരുന്ന ഹൗസ് ബോട്ടുകൾ 25 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. മലിനീകരണത്തിന്റെ പേരിൽ ഇവ പുറന്തള്ളപ്പെടുകയാണ്. വേമ്പനാട്ടിലെ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യവുമാണ്. ഹൗസ് ബോട്ടുകളുടെ എണ്ണം നിയന്ത്രിച്ചും സാനിറ്ററി മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നും ഒരു പരിധിവരെ വേമ്പനാട്ട് കായലിനെ സംരക്ഷിക്കാം. കായൽ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം നിലനിർത്തുന്നവർ തന്നെയാണ്. അതിൻ്റെ പ്രാഥമികമായിട്ട് കാട് സംരക്ഷിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ കായലിനെ സംരക്ഷിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം കരുപിടിപ്പിച്ചെടുക്കുന്നവർ തന്നെയാണ്. ഒപ്പം തന്നെ അവർക്കൊരു പരിമിതി ഉണ്ടാകും, ഒരു വിഭാഗം എന്ന നിലയിൽ. അപ്പോൾ അതിനകത്തേക്ക് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടേണ്ടതുണ്ട്. സർക്കാരിൻ്റെ പ്രാദേശിക സംവിധാനങ്ങൾ, അതിൻ്റെ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ, കാരണം ഒരു ജില്ലയിലോ ഒരു പഞ്ചായത്തിലോ കിടക്കുന്നൊരു പ്രദേശമല്ലല്ലോ. 3 ജില്ലയിലേക്കും വിവിധ 74ഓളം പഞ്ചായത്തുകളും അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനകത്ത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. പ്രാദേശികമായിട്ടുള്ള പഞ്ചായത്തുകളായിട്ട് ഇടപെടേണ്ടതുണ്ട്. ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അവർ ചില ജീവിത ശൈലിയിലൊക്കെ ചില മാറ്റങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് മാലിന്യമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നതെല്ലാം കായലിലേക്ക് ഇടാമെന്നുള്ളൊരു ഒരു രീതി നമ്മൾ പണ്ടുതൊട്ട് ശീലിച്ചിട്ടുണ്ട്. പക്ഷേ അത് ജനസംഖ്യ കൂടിയോടൊപ്പം തന്നെ ആ കായലിനത് വഹിക്കാനുള്ള ശേഷിയും കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വിവിധ ഭാഗങ്ങളിൽ നിന്നൊരു ഇടപെടേണ്ടതാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം, അവിടെ ജീവിക്കുന്ന ആൾക്കാർ ഇടപെടണം. അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം പോലുള്ള ഒരു ഇൻഡസ്ട്രി അതിനകത്ത് വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കണമെന്നുള്ളതാണ് അതിനകത്ത് ഏക മാർഗ്ഗമാണ് അതിൻ്റെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട്. ടൂറിസ്റ്റുകൾക്കൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ്, ഒരു നിർദ്ദേശങ്ങൾ അവർ വരുമ്പം തന്നെ അടിച്ചു കൊടുക്കണം. ഇത് വളരെ സവിശേഷതയുള്ള ഒരു സ്ഥലത്താണ്, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വളരെ സവിശേഷതയുള്ളൊരു കായലിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്നും ആ കായൽ നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണെന്നും ഉത്തരവാദിത്തമാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ചെയ്യേണ്ടതും ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ് അടിച്ച് ഇവിടെ അകത്ത് വരുന്ന ടൂറിസ്റ്റുകൾ കൊടുക്കണം. ടൂറിസ്റ്റുകൾ അത് ബഹുമാനം അത് മാനിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. വേമ്പനാടിന്റെയും അതിലേക്ക് ഒഴുകിയെത്തുന്ന നദികളുടെയും തീരത്തെ വ്യവസായശാലകളിൽ കർശനമായ മോണിറ്ററിംഗ് ഏർപ്പെടുത്തിയും നഗരമലിനീകരണ സംസ്കരണ പരിപാടികൾ ചിട്ടയായി നടത്തിയും വേമ്പനാട്ട് കായലിനെ സംരക്ഷിക്കാം. താഴ്ന്ന വെള്ളക്കെട്ട് പ്രദേശങ്ങളിൽ സുരക്ഷിതമായി ഉപയോഗിക്കുന്ന കക്കൂസുകൾ പണിതും ഹൗസ് ബോട്ടുകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾക്ക് പരിഹാരം കാണാം. ടൂറിസത്തിന്റെയും അതിരുകടക്കുന്ന നഗരവൽക്കരണത്തിന്റെയും പേരിൽ വേമ്പനാട്ട് കായലിനെ കയ്യേറി നാമാവശേഷമാക്കാൻ അനുവദിക്കരുത്. കേരളത്തിലെ ജലാശയങ്ങൾ സമ്പൂർണ്ണ നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. പുഴകളും കായലുകളും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർ തടാകമാണ് വേമ്പനാട്ട് കായൽ. അതിൻ്റെ 65% നശിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗമെങ്കിലും നിലനിർത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. കായൽ ടൂറിസം വളരുന്നതിനോടൊപ്പം തന്നെ കായൽ സംരക്ഷിക്കപ്പെടുകയും വേണം, അതും മാലിന്യമില്ലാതെ. മറ്റൊരു വാർത്തയും വിശകലനവുമായി VKC പ്രൈഡ് ഫോർ ദ പീപ്പിൾ അടുത്തയാഴ്ച വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും. അതുവരേക്കും നമസ്കാരം.